വെൽക്കം ബാക്ക് ടു സൈലോൺ ലേണിംഗ് മക്കളെ. അപ്പോൾ ഇതാ നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ റിവൈസ് ചെയ്തും കോൺസെപ്റ്റ് ഒക്കെ നല്ല തറവായിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ ഗെയിം ബാച്ച് റിവിഷനൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇതാ ഇപ്പോൾ നമ്മൾ മോഡൽ എക്സാമുകളും അതേപോലെ തന്നെ റിവിഷൻസ് ഒക്കെ നടത്തുകയാണ്. അപ്പോൾ യൂത ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഇനിയും മടി കാണിക്കുന്ന അല്ലെങ്കിൽ ഇനിയും ചെയ്യണോ, എപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ ആലോചിക്കുന്നവരിതാ ഇപ്പോൾ 30% ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 30% ഓഫർ എന്ന് പറയുന്ന ഒരു മെഗാ ഓഫറാണ്. ഈ ഓഫറിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എൻ ഗെയിം ബാച്ചിനും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ വേഗം തന്നെ ബാച്ചിലേക്ക് വരിക. എല്ലാ ചാപ്റ്ററും നല്ല തറവായിട്ട് പഠിച്ച് എക്സാമിന് ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആനിമൽ സെല്ല് ജന്തുകോശത്തെ കുറിച്ചാണ്. പ്ലാന്റ് സെല്ലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ആനിമൽ സെല്ലിന് സെൽ വോളൊന്നുമില്ല. ബാക്കിയുള്ള മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അതുപോലെ തന്നെ ഗോൾജി ബോഡി, ന്യൂക്ലിയസ് ഒക്കെ നമുക്ക് കാണാം. ഇനി പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്തതും ആനിമൽ സെല്ലിൽ ഉള്ളതുമായിട്ടുള്ള രണ്ട് ആൾക്കാരുണ്ട്. അതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. സെൻട്രിയോൾസ് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജനത്തിന് സഹായിക്കുന്നു. ലൈസോസോം ഡിസ്ട്രോയ് ഫോറിൻ ബോഡി. അപ്പൊ സെൻട്രിയോളുകൾ എന്ന് പറയുന്നത് കോശ വിഭജനത്തിന് സഹായിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കോശം വിഭജിച്ചാണല്ലോ പുതിയ കോശം ഉണ്ടാകുന്നത്. എന്നാൽ ലൈസോസോം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലേക്ക് ഒരു ജേംസ് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാണുക്കൾ കയറിയാൽ അതിനെ പോയി വിഴുങ്ങി നശിപ്പിച്ചിട്ട് അതോടുകൂടി നശിക്കുന്ന ആളാണ് ലൈസോസോം എന്ന് പറയുന്നത്. അത് വീണ്ടും എന്ത് ചെയ്യും, ഗോൾഗി ബോഡീസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ലൈസോസോമിനെ മറ്റൊരു പേര് കൊണ്ട് നമ്മൾ പറയും സൂയിസിഡനൽ ബാഗ് അല്ലെങ്കിൽ ആത്മഹത്യാ സഞ്ചി എന്ന്. അപ്പോൾ ഈ ചിത്രവും അതിൻ്റെ ഓർഗനൽസും കാര്യങ്ങളും നിർബന്ധമായിട്ട് പഠിക്കണം. പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും കമ്പാരിസൺ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ ചോദ്യങ്ങൾ വരാം. ഇനി ആനിമൽ ടിഷ്യൂ ജന്തുകലകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമിലർ സ്ട്രക്ചറിലും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണിത് ജന്തുകലകൾ എന്ന് പറയുന്നത്. നമുക്ക് 4 ജന്തുകലകൾ പഠിക്കാനുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ ആവരണകല, കണക്റ്റീവ് ടിഷ്യൂ യോജകകല, മസ്കുലർ ടിഷ്യൂ അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ പേശികല, ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല. ഒന്നാമത്തേത് എപ്പിത്തീലിയൽ അല്ലെങ്കിൽ ആവരണം ചെയ്യുക എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ ബോഡി സർഫസ് ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു കവറിംഗ് ആയിട്ടും സാധനങ്ങളൊക്കെ അബ്സോർബ് ചെയ്ത് വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തിനൊക്കെ സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ലൈക്ക് സെക്രീഷൻസ്, കുറച്ച് സ്രവങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആളും കൂടിയാണ് ആര്, നമ്മുടെ ആവരണകല എപ്പിത്തീലിയൽ ടിഷ്യൂ. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂ. പല കോശങ്ങളെ അല്ലെങ്കിൽ കലകളെ യോജിപ്പിക്കുന്ന ഒന്നാണ് യോജക കല എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കല എന്ന് പറയുമ്പോൾ ബോണ്, ബ്ലഡ്, രക്തം, അതുപോലെ തന്നെ കാർട്ടിലേജ്, ലിഗമെന്റ്, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്, ഒരു കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കലയ്ക്ക് ഉദാഹരണമാണ്. പ്രൊവൈഡ് സപ്പോർട്ട് ടു വേരിയസ് പാർട്സ് ഓഫ് ബോഡി, ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾക്കൊരു സംരക്ഷണം താങ്ങും നൽകുന്നു. കണക്ട് വേരിയസ് പാർട്സ് ടുഗെദർ, വിവിധ ഭാഗങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നു. ബോൺ, ബ്ലഡ്, ഫൈബ്രസ് ടിഷ്യൂ ആർ എക്സാമ്പിൾ ഫോർ കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ NMMSന് പഠിക്കുമ്പോൾ ഇത് ഭാഗം പഠിച്ചിട്ട് വേണം പോകാൻ. അസ്ഥി, രക്തം, അതുപോലെ തന്നെ നാര് കലകളൊക്കെ എന്താണ്, യോജക കലകൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മുടെ ബോൺസിനോട് തന്നെ ചേർന്ന് നമുക്ക് മസിൽ ഉള്ളത് കൊണ്ടാണ് ഓടാനും ചാടാനും എല്ലാം എടുക്കാനും പിടിക്കാനൊക്കെ പറ്റുന്നത്. അപ്പം മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ബോഡി മൂവ്മെന്റ് ആൻഡ് ലൊക്കോമോഷൻ, അല്ലേ? നമുക്ക് ശരീര ചലനം സാധ്യമാക്കുന്നത് നമ്മുടെ മസ്കുലാർ മൂവ്മെന്റ് മസിൽ വഴിയാണ്. കമ്പോസ്റ്റ് ഓഫ് സെൽസ് കാപ്പബിൾ ഓഫ് കൺട്രാക്ഷൻ റിലാക്സേഷൻ. മസിൽ സെല്ലിന് മാത്രമാണ് കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിയുന്നത്. അത് മസിൽ ടിഷ്യൂവിന്റെ പ്രത്യേകതയാണ്. അടുത്തത് നമ്മുടെ ന്യൂറൽ ടിഷ്യൂ, നമ്മുടെ ബ്രെയിനിലും നമ്മുടെ നെർവ്സിലും ഒക്കെ കാണുന്നതാണ്. മേക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷൻ പോസിബിൾ, സന്ദേശവിനിമയം സാധ്യമാക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതും ആരുടെ ഫംഗ്ഷൻ തന്നെയാണ്, നമ്മുടെ ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകലയുടെ ഫംഗ്ഷനാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ചിലപ്പം വിട്ടുപോകുന്നൊരു ഭാഗമാണ് സ്റ്റെം സെൽ. അത്ര വലിയ ഇമ്പോർട്ടൻസ് അതിനൊന്നും കൊടുക്കില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ പ്ലാന്റ് സെല്ലിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പഠിച്ച പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റെം സെൽ അല്ലെങ്കിൽ വിത്തുകോശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നെർവ് സെല്ല്, ബ്ലഡ് സെല്ല്, എപ്പിത്തീലിയൽ സെല്ല്, മസിൽ സെല്ല്, അല്ലേ? ഇതെല്ലാം ഉണ്ടാവുന്നത് വിത്തുകോശത്തിൽ നിന്നാണ്. അപ്പം നമ്മുടെ ബോഡിയിൽ ഏത് ടൈപ്പ് സെല്ലായി മാറാൻ കഴിയുന്ന ഡിവിഷൻ കപ്പാസിറ്റി ഉള്ള ഒരു സെല്ലാണ് സ്റ്റെം സെൽ അല്ലെങ്കിൽ വിത്തുകോശം. സോ സ്പെഷ്യലൈസ്ഡ് സെൽസ് get and develop into various type of cell. ഏത് കോശമായി മാറാനും കഴിവുള്ളവയാണ് സ്റ്റെം സെൽ അല്ലെങ്കിൽ വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ability to create new type of cell and help to eliminate damaged cell, promote growth and new cell, maintain healthy tissues and modern medicine stem cells of great significance. അതായത് നമ്മുടെ ബോഡിയിൽ ചില സെല്ലുകൾ ഡെഡ് ആയി പോകുന്നുണ്ടാകാം, അപ്പോൾ ഡാമേജ് ആയി പോകുന്നുണ്ടാകും. അതിനെയൊക്കെ ഒഴിവാക്കി വീണ്ടും പുതിയ സെല്ലുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മളെ സഹായിക്കുന്നത് സ്റ്റെം സെല്ലാണ്, വിത്തുകോശങ്ങളാണ്. അതുമാത്രമല്ല മോഡേൺ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന
മോഡേൺ മെഡിസിനിലൊക്കെ പല രോഗങ്ങളുടെയൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ സ്റ്റെം സെൽ തെറാപ്പി ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അതുപോലെ തന്നെ പല ഡയഗ്നോസിസ് മെത്തേഡിന് വേണ്ടിയിട്ടും രോഗം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ രോഗത്തിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കാൻ നമ്മൾ സ്റ്റെം സെൽസ് യൂസ് ചെയ്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക, എന്താണ് സ്റ്റെം സെൽ എന്നുള്ളത്. ഏത് സെല്ലായി മാറാൻ കഴിവുള്ള സെല്ലുകളാണ്, ഏത് കോശമായി മാറാൻ കഴിവുള്ള കോശങ്ങളാണ് സ്റ്റെം സെൽസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ബ്രഹ്മോസ് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത വേഗം ജോയിൻ ചെയ്യുക. ഫ്രീ ബാച്ചാണ്. NMMSും അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമും നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.